Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എക്സാം അങ്ങനെ വരാൻ പോവാണ്. അപ്പോൾ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഒത്തിരി മെസ്സേജുകൾ വന്നതായിരുന്നു, എക്സാം മാറ്റാൻ സാധ്യതയുണ്ടോ, എക്സാം മാറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാർകോഡ് സിസ്റ്റത്തിൽ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ ഓൾറെഡി ബാർകോഡ് സിസ്റ്റത്തിൽ എക്സാം എഴുതിയ കുട്ടികളാണ്, പക്ഷെ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് സെം എക്സാമിന് മുന്നേ തന്നെ നമ്മുടെ വാല്യുവേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കാണ്. അതായത് നിങ്ങളുടെ സെക്കൻഡ് സെം എക്സാം എഴുതി കഴിഞ്ഞിട്ട് ആ പേപ്പർ നോക്കില്ലേ, അതിൻ്റെ ഡേറ്റ് ഒക്കെ വരെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിസൾട്ട് ഏകദേശം എന്നായിരിക്കും, ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഒത്തിരി പേര് പറഞ്ഞു കോളേജുകളിൽ ക്ലാസ്സുകൾ എടുത്ത് തീർന്നിട്ടില്ല, അപ്പോഴേക്കും പരീക്ഷയായി, പോർഷൻസ് എടുത്ത് തീർന്നിട്ടില്ല, അപ്പോഴേക്കും എക്സാം ആണ്, സോ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ എക്സാം മാറ്റാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇന്നിപ്പം 5-ാം തീയതിയായി, ഇനി 6-7 കഴിഞ്ഞാൽ 8-ാം തീയതി എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സാം മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഇന്നതാ ഈ ഒരു നിമിഷം വരെ അറിഞ്ഞത്. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ അറിയില്ല. പക്ഷേ ഇപ്പോൾ ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്കും ഇത്രയും ദിവസങ്ങളെ എക്സാമിനുള്ളൂ എന്നുള്ള സ്ഥിതിക്കും എക്സാം മാറ്റാനായിട്ട് വളരെ സാധ്യത കുറവാണ്. പിന്നെ തലേദിവസം വരെ നമ്മളൊരു ഹോപ്പ് വെച്ച് പഠിക്കാതിരിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്നായാലും എക്സാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുക. ഇനി മുതൽ സപ്ലൈ എഴുതാനുള്ള സാധ്യതകളൊക്കെ, അതായത് ഒരു തവണയെ നമുക്കിനി സപ്ലൈ എഴുതാൻ പറ്റുള്ളൂ, അങ്ങനത്തെ സിസ്റ്റമൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് 4-5 തവണയൊക്കെ മേഴ്സി ചാൻസ് ഒക്കെ ഉണ്ട് പാസ്സായില്ലെങ്കിൽ. അതായത് അത്രയും തവണ നമുക്ക് 4 തവണയൊക്കെ സപ്ലൈ എഴുതാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇനി മുതൽ അങ്ങനെയുള്ള സ്കീമൊന്നും ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഒരൊറ്റ തവണയുള്ള എക്സാമിൽ തന്നെ പാസ്സായി പോകാനുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. ദെൻ അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ബാർകോഡ് സിസ്റ്റത്തിൽ വന്നൊരു മാറ്റമാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് നിങ്ങൾ ബാർകോഡ് സിസ്റ്റത്തിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ 32 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക, അല്ലെ? ഈ ഒരു 32 പേജുള്ള ബുക്ക്ലെറ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക. അത് ഒത്തിരി പേജുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ കുട്ടികളും പറയുന്ന കാര്യം 5-6 പേജിൽ തന്നെ എഴുതി തീർത്താൽ അതെന്നെ ഭാഗ്യം എന്നുള്ള രീതിക്കാണ്. പക്ഷെ അങ്ങനെയൊക്കെ നിങ്ങൾ ചുരുക്കി എഴുതുമ്പോൾ നമ്മുടെ മാർക്കിനെയും അത് ബാധിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ 4 പേപ്പർ 3 പേപ്പറിൽ ഒന്നും പരീക്ഷ എഴുതാതെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ 80 മാർക്കിന്റെ പരീക്ഷയാണ്. അപ്പോൾ അത് ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാവുന്ന തരത്തിൽ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ 32 പേജുള്ള കഴിഞ്ഞ വർഷത്തെ ബുക്ക്ലെറ്റ് ഇനി ഈ വർഷം മുതൽ സെക്കൻഡ് സെം എക്സാമിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 24 പേജുകളുള്ള ബുക്ക്ലെറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇനി ലഭിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ബാക്കി ഈ ഒരു 24 പേജ് കഴിഞ്ഞാൽ ഇനി പേപ്പർ വേണം എന്ന് വിചാരിച്ചാൽ അവർ തരില്ല, നോ അഡീഷണൽ ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 24 പേജിനുള്ളിൽ നമ്മൾ പരീക്ഷ എഴുതേണ്ടതായിട്ടിരിക്കുന്നു. അതിൽ MCQ കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. MCQ കൂടെ നമ്മൾ ഇതിൽ എഴുതണം. MCQ, ദെൻ 2 മാർക്ക് എഴുതുമ്പോൾ നമ്മൾ ഒരു പാരഗ്രാഫ്, ഒരു കുഞ്ഞി പാരഗ്രാഫ് കേട്ടോ, ഒരു സ്മോൾ പാര വിത്ത് ഒരു 4 or 5 ലൈൻസിന്റെ പാര എഴുതിയാൽ മതി. അത് 4 or 5 ലൈൻസ് എന്ന് ഞാൻ പറഞ്ഞത് 2-3 വാക്യത്തിൽ എഴുതാനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. പക്ഷെ നമ്മൾ എങ്ങനെ പോയാലും ആ ഒരു ആൻസർ എഴുതി വരുമ്പോൾ 3-4 വരെയുള്ള ആൻസർ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ കൊടുത്തത്. പിന്നെ അതിൽ നമ്മൾ എഴുതേണ്ടി വരും. 15 ക്വസ്റ്റ്യൻ ഉണ്ടാവും 2 മാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15ഉം നമ്മൾ അറ്റൻഡ് ചെയ്താലേ നമുക്ക് മാർക്ക് ഏകദേശം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഷോർട്ട് എസ്സേന്റെ കേസിലേക്ക് കടക്കുമ്പോൾ ഷോർട്ട് എസ്സേ നമുക്കൊരു 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും മൊത്തം. ഒരു പാരഗ്രാഫ്, വലിയൊരു 1 ലോങ് പാരഗ്രാഫാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. അതായത് ഒരു പേജിന്റെ ഒരു പുറം എഴുതിയാലേ നമുക്ക് ഷോർട്ട് എസ്സേയുടെ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പാരഗ്രാഫ് തിരിക്കാൻ നിൽക്കണ്ട, ഒരൊറ്റ പാരഗ്രാഫ് എന്നുള്ള രീതിക്ക്, വലിയൊരു പാരഗ്രാഫ് എന്നുള്ള രീതിക്ക് ഒരു പേജിന്റെ ഒരു പുറം, ഒരു ഫേസ് കേട്ടോ, ഒരു പുറം നിങ്ങൾ ആൻസർ എഴുതണം. 8 ക്വസ്റ്റ്യൻ ഉണ്ട്, 7 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യണം. ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ദെൻ എസ്സേയുടെ കേസ് വരുമ്പോൾ എസ്സേ നമുക്ക് 4 എണ്ണം ഉണ്ടാവും. 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 2 എണ്ണമാണ്. 2 × 10 20 മാർക്കിലാണ് നമ്മുടെ എസ്സേ വരുന്നത്. എസ്സേ നമ്മളൊരു പേജിന്റെ അപ്പുറം ഇപ്പുറവും പിന്നെ ഒരു പേജിന്റെ പകുതിയോളം, അങ്ങനെ 2.5 പുറമൊക്കെയാണ് പറയാറുള്ളത്. 2 പുറമെങ്കിലും നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിച്ചോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വരുമ്പോൾ നമുക്ക് പേജ് 24 നന്നായി ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക് മേ ബി തികയാതെ വരും. അതിൽ MCQ കൂടി ആഡ് ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ
ഈ ഒരു പേജിന്റെ എണ്ണം മനസ്സിൽ വെച്ചിട്ട് എഴുതുക കേട്ടോ. കാരണം അറിയാവുന്ന ആൻസർ ആണെന്ന് വെച്ചാൽ വാരി വലിച്ച് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ എസ് എക്ക് എഴുതാൻ നേരത്ത് പേജ് തികഞ്ഞില്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായി അറിയുന്ന എസ് ആയിരിക്കും, പക്ഷെ പേജ് ഇല്ലാത്തൊരു ഇഷ്യൂ കൊണ്ട് മാർക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അതാണ് നമ്മുടെ ബുക്ക്ലെറ്റിന്റെ കേസിൽ പറയാനുള്ള കാര്യം. 24 പേജുള്ള ബുക്ക്ലെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇനി മുതൽ ലഭിക്കുന്നുണ്ടായിരിക്കുക. ദെൻ നമ്മുടെ വാല്യുവേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. വാല്യുവേഷന്റെ ഡേറ്റ് പറയുന്നത് ഇപ്പം നമുക്ക് ജൂലൈ 8 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നല്ലോ. അപ്പോൾ ജൂലൈ പകുതി ആകുമ്പോഴേക്കും നമ്മുടെ എക്സാം കഴിയും. അപ്പോൾ ഓഗസ്റ്റ് 2nd വീക്കിൽ തന്നെ വാല്യുവേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഒരു സെപ്റ്റംബർ 3rd വീക്കായിട്ട് നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ 2 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷെ ഇപ്പം സെപ്റ്റംബർ ഒരു 3rd വീക്ക് 23 ഡേറ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ പിന്നെ ഒത്തിരി കുട്ടികളുടെ ഡൗട്ട് ആയിരുന്നു ഈ എന്തുകൊണ്ട് എക്സാം ഇത്ര നേരത്തെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ പോർഷൻസ് എടുത്ത് തീർന്നിട്ടില്ല എന്നുള്ള കേസ്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിറ്റിയാണ് പറയാൻ പോകുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് പറയുന്നതല്ല. എനിക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ പരീക്ഷ നടത്തുന്ന ഒരു സംഭവം. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ സീരിയൽ പോലെ ഒരൊറ്റ ദിവസം പോലും ഗ്യാപ്പ് കൊടുക്കാതെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുട്ടികളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയും എന്താ പറയുക 1 മാസം മുന്നേ പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞാലും പരീക്ഷയുടെ തലേദിവസം നോക്കുന്ന ഒരു ഫീൽ അത് വേറെയാണ് അല്ലേ. പരീക്ഷയുടെ തലേദിവസമാണ് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും ഇരുന്ന് പഠിക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് പിറ്റേ ദിവസത്തെ എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതാവുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെയിൻ ആണ്. ഓൾറെഡി ചിലപ്പോൾ 3rd സെമ്മിൻ്റെ ക്ലാസ്സൊക്കെ ചില കോളേജുകളിൽ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ്, അതായത് തിങ്കൾ കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ ബുധൻ, അങ്ങനത്തെ ഒരു ഗ്യാപ്പെങ്കിലും. അപ്പോൾ തിങ്കൾ രാത്രി ചൊവ്വ ഫുള്ള് ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിലും വെക്കാനായിട്ട് ഞാൻ മാക്സിമം യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്ട് ചെയ്തതൊക്കെ അറിയിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ യൂണിവേഴ്സിറ്റി സബ്ജക്ട്സ് ഇടുന്ന യൂട്യൂബ് ചാനൽ ആണെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നീ ആരാന്ന് ചോദിക്കാൻ എന്നോട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി കൃഷ്ണോക്സ എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ പക്ഷേ എന്താ പറയുക അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു കാര്യം അറിയിക്കാൻ ഞാനും മാക്സിമം നോക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് ഇട്ട് പിള്ളേർക്ക് എക്സാം വെക്കാനായിട്ടുള്ളത്. പക്ഷേ അതിൽ മറുപടി ഒന്നും പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഉണ്ടാവില്ല, അത് നമുക്കറിയാം. അപ്പം അതാണ് ഒരു കാര്യം. പിന്നെ ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഈ അക്കാഡമിക് കലണ്ടർ നോക്കിയ സമയത്താണ് അവർ ഈ ഡേറ്റ് ഒക്കെ ഇട്ടേക്കുന്നത് കാണുന്നത്. അപ്പം ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിത് ക്ലിയർ ഉണ്ടാവും അറിയില്ല, ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ ഭവന്റെ ആ ഒരു സൈറ്റിൽ നിന്ന് ഞാൻ എടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ 2nd സെമ്മിൻ്റെ നിങ്ങൾ നോക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾ 2nd സെം എന്ന് കണ്ടോ, 2nd സെമസ്റ്റർ ഇത് നോക്കുക. ദെൻ ഇപ്പുറത്ത് മുകളിൽ ഹെഡിങ് ഉണ്ട്. മുകളിലെ ഹെഡിങ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് സെമസ്റ്റർ. ഇത് നോക്കുക കേട്ടോ, എൻഡ് ഓഫ് സെമസ്റ്റർ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 2nd സെമസ്റ്ററിൻ്റെ എൻഡിങ് ഡേറ്റ് ഇവർ കൊടുത്തിരിക്കുന്നത് 16/7/2014. അതായത് 16/7/2014 നമ്മുടെ 2nd സെം കഴിയണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം 2nd സെമ്മിന്റെ പോർഷൻസ് കഴിയണം എന്നല്ല, എക്സാം അടക്കം ജൂലൈ 16 കഴിഞ്ഞിരിക്കണം എന്നാണ് നമ്മുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് പ്രകാരമാണ് നമ്മുടെ എക്സാം ഈ പറഞ്ഞ ഡേറ്റിൽ കഴിയുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ച കാര്യമാണ്, നമ്മുടെ സൈറ്റിൽ വരെ 16-ാം തീയതി സെമസ്റ്റർ കഴിയുന്നല്ലേ കൊടുത്തേക്കുന്നത്, അപ്പോൾ എന്തുകൊണ്ട് അതിനുള്ളിൽ എക്സാം നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എൻഡ് ഓഫ് ദ സെമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എക്സാമും ഫുള്ള് കഴിഞ്ഞ് സെമസ്റ്റർ അവസാനിക്കണം എന്നാണ് ഈ ഒരു ഡേറ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മനസ്സിലൊന്ന് വെച്ചേക്കാം. പിന്നെ ഇപ്പം അവർ പറയുന്നത് എന്താ പറയുക, പെട്ടെന്ന് തന്നെ പോർഷൻസ് എടുത്ത് തീർക്കണമായിരുന്നു. ചില കോളേജുകാർ അത് ലേറ്റ് ആയതുകൊണ്ട് അത് യൂണിവേഴ്സിറ്റിനെ എഫക്ട് ചെയ്യുന്ന മാറ്റർ അല്ല എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പം നമുക്കതിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടാനില്ല. അപ്പം നമ്മുടെ കോളേജിൽ അത് പോർഷൻസ് എടുത്ത് തീർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കോളേജുകാർ മേ ബി എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് ഡിലേ ആയതായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. നമുക്കതിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് കിട്ടാനില്ല, അതുകൊണ്ടാണ് കേട്ടോ. ദെൻ വേറൊരു കാര്യം, നമ്മുടെ ഈ 2nd സെം സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. കമൻസ്മെന്റ് ഓഫ് സെമസ്റ്റർ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കമൻസ്മെന്റ് ഓഫ് സെമസ്റ്റർ എന്ന് കണ്ടോ. അപ്പോൾ അത് ഇവർ കൊടുത്തിരിക്കുന്നത് ഡേറ്റ് നമ്മൾ 2nd സെമ്മിൻ്റെ കേസിൽ 3rd January 2024 ആണ്. ജനുവരിയിൽ സെം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് പ്രകാരം ചില കോളേജുകാർ ചിലപ്പോൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം യൂണിവേഴ്സിറ്റി സൈറ്റിലെ പ്രകാരം ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസമാണ് ഇവർ എക്സാമിൻ്റെ കാര്യങ്ങൾ വെച്ചേക്കുന്നത്.
അപ്പോൾ യൂണിവേഴ്സിറ്റി നമ്മൾ ചോദിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി പറയുന്ന കാര്യം ഇതാണ്, ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നു, ദെൻ ജൂലൈയിലാണ് എക്സാം വെക്കുന്നത്. അപ്പോൾ ഒരു 6 മാസം കിട്ടുന്നുണ്ട്. അപ്പം പല കോളേജിലും എടുത്ത് തീർന്നിട്ടില്ലെങ്കിൽ അത് അവരുടെ ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പം നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റൂ, പരീക്ഷ എഴുതിയേ പറ്റൂ. ഇനിയിപ്പോൾ സപ്ലിയുടെ എണ്ണം കുറയ്ക്കുന്നു എന്ന് പറയുന്നു, സപ്ലി എഴുതാനുള്ള ചാൻസസിൻ്റെ എണ്ണം. അപ്പോൾ നമുക്ക് യാതൊരു നിവൃത്തിയില്ല, ഒരൊറ്റ തവണയിൽ തന്നെ പാസ്സാവാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക. പാസ് മാർക്കിനുള്ള കാര്യങ്ങളെങ്കിലും പഠിച്ച് നിങ്ങൾ എക്സാം എഴുതുക. ഇനിയും പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ പഠിക്കുക, വേറെ നമുക്ക് നിവൃത്തിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്, റിവിഷൻ വീഡിയോസ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതെങ്കിലും കണ്ടിട്ടൊന്ന് പോകാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. പാസ്സാവണം, എല്ലാവരും പാസ്സാവണം. സപ്ലിയുടെ ചാൻസ് നിങ്ങൾ എന്തായാലും കുറയ്ക്കുക. ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാവാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചത്. സോ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.